ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നിൻ്റെ ഫുൾ ഡേ റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഇന്ന് സ്കൂൾ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അത് അരി അരച്ചിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇത് ചൂടോടെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ്. രാവിലെ തന്നെ മക്കൾ പോകുന്ന സമയത്ത് തന്നെ ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം തണുക്കുമല്ലോ. അപ്പോൾ ചിക്കൻ കറി കൂട്ടിയിട്ട് ചൂടോടെ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കട്ടെ. പിന്നെ അതാ അന്ന് ഉച്ചക്ക് കൂന്തൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീനാക്കി കൊടുക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം കൂന്തൾ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള കൂന്തളൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. കുറച്ച് പാർട്സും പിന്നെ കുറച്ച് കൂന്തളും ഇതുപോലെ മാറ്റി വെക്കുകയാണ്. വലിയ കൂന്തളാണ്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിക്ക് വെക്കാം. ഇന്നിപ്പോൾ കറി വെണ്ടക്ക കറിയാണ് കേട്ടോ. പറമ്പിൽ നിന്ന് ഒരു 4 വെണ്ടക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തേങ്ങ അരച്ചിട്ട് കറി വെക്കുകയാണ്. അപ്പോൾ പുളിവെള്ളത്തിൽ തക്കാളിയും പച്ചമുളകും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തേക്കണം. ഇനിയിപ്പോൾ അതിലേക്കുള്ള തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കറിയേ വെക്കണുള്ളൂ. ഒരു അരമുറി തേങ്ങ എടുത്തേക്കണം. അതിലേക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ അതാ ചീര നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പ് വെണ്ടക്ക കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തുക്കണേ. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. വെണ്ടക്കക്കറി ഇതാ നല്ലോണം തിളച്ച് വന്നപ്പോൾ വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെണ്ടക്ക പെട്ടെന്ന് തന്നെ വേവുമല്ലോ. ഒരു 2 തിള തിളക്കുമ്പോഴത്തേന് വെണ്ടക്ക വേവും. പിന്നെ ഇതാ കറി ഉലുവയും കടുകും വറ്റൽമുളകും കരിവേപ്പിൻ്റെ ഇലയും ചേർത്തിട്ടാണ് കേട്ടോ വറവിട്ടെടുത്തത്. അടിപൊളി നല്ല ടേസ്റ്റുള്ളൊരു വെണ്ടക്ക കറിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു 3 വലിയുള്ളി ചോപ്പ് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം വഴന്ന് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ കുറച്ച് കാശ്മീരിയും കുറച്ച് നമ്മൾ സാദാ മുളക് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണ് ഗരം മസാല. എല്ലാതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളൊക്കെ നല്ലോണം വഴന്ന് വരുമ്പോൾ ഒരു തക്കാളി നല്ലോണം അരച്ചിട്ട് അതും പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചച്ചോയൊക്കെ മാറി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തളും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂന്തൾ അവിടെ ഇരുന്ന് വേവണ സമയം കൊണ്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ കേട്ടോ. ഗ്യാസിൻ്റെ ആ ഒരു കമ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയേക്കട്ടെ. കൂന്തൾ ഇതാ ഇവിടെ നല്ലോണം ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിങ്ങനെ കുറച്ചും കൂടി ഒന്ന് വരട്ടിയെടുക്കാണ്ട്. അപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കൂന്തൽ റോസ്റ്റും റെഡി ആയിട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ കിച്ചൺ മൊത്തത്തിൽ അങ്ങനെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇടുകയാണ്. ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരം കിച്ചണിൽ വന്നതാണ് കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് ഒരു കപ്പ് തേങ്ങയും 4 ചെറിയുള്ളിയും 2 പച്ചമുളകും 1/2 ടീസ്പൂൺ വലിയ ജീരകവും ഒന്ന് ചതച്ചെടുത്തിക്കണേ. അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിവിടെ 2 വലിയുള്ളി ചോപ്പ് ചെയ്തതാണ് കേട്ടോ എടുത്തുക്കണത്. മസാലക്ക് അനുസരിച്ചിട്ട് വലിയുള്ളിൻ്റെ അളവ് കൂട്ടാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തുക്കണേ. നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പൊടികളായിട്ട് ഗരം മസാല 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി എല്ലാതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം.
പൊടികളൊക്കെ നല്ലോണം വഴന്ന് വന്നപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂന്തളിൻ്റെ ആ ഒരു തലയും ചിറകും അതൊക്കെ ഉണ്ടല്ലോ അതും ഇട്ടുകൊടുത്തിക്കണ്. ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ഇട്ടുകൊടുത്തിക്കണ്. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ആ ഒരു ഇട്ടുകൊടുത്ത കൂന്തളും കാര്യങ്ങളൊക്കെ വെന്ത് വന്നിക്കണം കേട്ടോ. ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് ലൈം ജ്യൂസും കൂടിയും ചേർക്കുക. കുറച്ചും കൂടിയും കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മസാല റെഡിയായി. ഇനിയിപ്പോൾ ഇതാ ഓരോ കൂന്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു മസാല ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കുക. മസാല നിറച്ചിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാതൊന്നും ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ കൂന്തളൊക്കെ ഫില്ലിങ്ങൊക്കെ നിറച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ കുക്കറിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ അതൊന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ആ ഒരു പൊടികൾ കരിഞ്ഞു പോവാതെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൾ ഓരോന്നായിട്ട് അതിലിട്ടിട്ട് 2 സൈഡും നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടോ. ഇനി നല്ലൊരു കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് ഈ ഒരു കൂന്തൽ നിറച്ചത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോടൻ സ്റ്റൈൽ അടിപൊളി കൂന്തൽ നിറച്ചതാണ്. ഇതുവരെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇപ്പോൾ ഇതാ രാത്രിയാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മോൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പഴം നല്ലോണം വാട്ടി ഉടച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ മുകളിൽ വാനില ഐസ്ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ല. പേഴ്സണലി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ ആണെന്ന് പറയും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.